ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ നടക്കാനായിട്ട് പോകുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ വരാനായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു കാർഡ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉടനെ വരാനായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഉടനെ വരാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഉടനെ നടക്കാനായിട്ട് പോകുന്ന ആ ഒരു കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോകുന്ന ആ ഒരു കാര്യങ്ങൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് നമുക്ക് പേജ് ഓഫ് സോഡ്സ് ആണ് നമുക്കിത് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാനുള്ള ഒരു ചാൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹം നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് നിങ്ങളോടുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു സമയത്തുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അറ്റ് പ്രസന്റ് അതാണ് നമുക്ക് പറയാൻ മെയിനായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു മാറ്റം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ വളരെയധികം ഒരു സ്നേഹം ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സ്നേഹം ഈ ഒരു സമയത്ത് തോന്നുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് ഇനിയും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ആവില്ല എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. അത്രയധികം ഒരു ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഉള്ള ഒരു സ്നേഹമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇതിങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ച് നിൽക്കാനായിട്ട്, ഈ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പം ഈ വ്യക്തി നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ അത്രത്തോളം വലിയൊരു സ്ഥാനം നൽകിയിരിക്കുന്നു എന്ന് കാണുന്നു. അവർ നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വപ്നങ്ങളൊക്കെ എപ്പോഴും ഡ്രീംസ് ഒക്കെ കാണുന്നുണ്ടാകാം. നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്നതിനെ കുറിച്ചായിരിക്കാം അങ്ങനെയുള്ള ഡ്രീംസ് ഒക്കെ അവർ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു മിറർ എനർജി ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളും ഈ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഡ്രീംസ് ഒക്കെ കാണുന്നുണ്ടാകാം. അങ്ങനെ കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് വഴി ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ആ ഒരു കാര്യങ്ങൾ, നിമിഷങ്ങൾ എല്ലാം ഇവര് എപ്പോഴും ഇങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ്. അതെല്ലാം ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി അവര് ലൈഫിൽ ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഒത്തിരി ജോലികളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. എങ്കിൽ പോലും നിങ്ങളെ അവരുടെ ലൈഫിൽ തിരികെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾക്കായിട്ടുള്ള ഒരു പ്രതീക്ഷകളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈവൻ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് നന്മകൾ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ നിങ്ങൾ അറിയാതെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, ചേസ് ചെയ്യുന്നുണ്ട്. ഒരു മറ്റുള്ള ആളുകളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വളരെയധികം സ്നേഹം ഈ വ്യക്തിക്കുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്ന ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ വലിയൊരു കാര്യം എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത്രത്തോളം അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകാം. അത്തരം സന്ദർഭങ്ങൾ ഒത്തിരി ഒത്തിരി വന്നിട്ടുണ്ട്. കാരണം അവർക്ക് കുറച്ചൊരു ഈഗോ പ്രോബ്ലം ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കട്ടെ എന്ന രീതിയിൽ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എത്ര നാളും. അപ്പോൾ നിങ്ങളായിട്ട് തിരികെ വരട്ടെ എന്ന് കരുതി ആ വ്യക്തി വെയിറ്റ് ചെയ്തു. പക്ഷെ ഇനിയും ഈ ഒരു രീതി നിങ്ങൾ അങ്ങോട്ടേക്കൊന്നും ചെന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി സെൽഫ് ലവ് ഒക്കെ ചെയ്ത് സെൽഫ് കെയർ ചെയ്ത് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാൻ തന്നെ തീരുമാനിച്ച ആ ഒരു എനർജീസിലായിരിക്കും നിങ്ങൾ നിന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വരില്ല എന്നവർക്ക് പൂർണ്ണ ബോധ്യം വന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അത്രയ്ക്ക് ഡയറക്റ്റ് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, മേ ബി അവരുടെ ലൈഫിൽ അവർക്ക് ഒത്തിരി ഒരു സ്ട്രഗിൾ അവർക്കുണ്ടായിരിക്കാം. പക്ഷെ അവർ ഒരിക്കലും നിങ്ങളെ വിട്ട് പോകില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരൊരിക്കലും നിങ്ങളെ വിട്ട് പോകില്ല. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ അവർ ഇത്രയധികം സന്തോഷിച്ച നാളുകളില്ല. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ലൈഫ് തന്നെ ഒരു മാറിപ്പോയി, ചേഞ്ചസ് ഒത്തിരി വന്നു. അവർക്ക് അത്രയും ഒരു മോട്ടിവേഷൻ കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. ലൈഫിൽ തന്നെ വളരെയധികം പോസിറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്തിരുന്ന നിമിഷങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ലൈഫിന്റെ ഒരു പ്രകാശം, അല്ലെങ്കിൽ ഒരു നിങ്ങളാണ് അവർക്ക് ഒരു കൈത്താങ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് എപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട്. അത്രയും ഒരു സന്തോഷമാണ് ആ വ്യക്തിയിൽ നമുക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ആ ഒരു സന്തോഷത്തെ ഒരിക്കലും വേണ്ടാന്ന് വെക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം പിന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആണെന്നില്ല, അതൊരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം, ചിലപ്പോൾ ഒരു പേഴ്സണും ആയിരിക്കാം. ഈ വ്യക്തി ആ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. മാനസികമായിട്ട് അവരതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു സമയം മുതൽ ഇവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇവര് നിങ്ങളിൽ നിന്ന് വേറൊരു ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടാകും. നിങ്ങളെ വിട്ടിട്ട് വേറെ ഡയറക്ഷനിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, നിങ്ങളുടെ അരികിൽ തിരികെ എത്തണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ ആ ഒരു സന്തോഷത്തിലേക്ക്, അതായത് നിങ്ങളിലേക്ക് ആ വ്യക്തി മടങ്ങിയെത്തുന്നത് ആ വ്യക്തിക്ക് അറിയാം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ആ ഒരു നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത്. നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു തടസ്സം മറികടക്കാൻ ഈ വ്യക്തി തീർച്ചയായിട്ടും ശ്രമിക്കും. ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാം എന്ന് തന്നെയാണ് നമുക്കിവിടെ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ ഈ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യണം എന്ന് ഒക്കെ അവർ ആലോചിച്ച് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ഇപ്പോൾ അതിനൊക്കെ തയ്യാറെടുക്കുന്നു എന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിക്കുന്ന ആ ഒരു മെറാക്കിൾ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ. പക്ഷെ ഇപ്പോൾ അവർ അതിനൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസ് അവർക്ക് അത്രത്തോളം ഒരു ഡിപ്രഷനാണ് കൊടുത്തത്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് ഒരു കാര്യത്തിലും ഒരു സന്തോഷമോ സംതൃപ്തിയോ ഒന്നും അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റം തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മിറാക്കിൾ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആകുന്നു. അവർ നിങ്ങളിലേക്ക് തിരികെ വരുവാനുള്ള ആ മെയിൻ കാരണം അത് തന്നെയാണ്. അപ്പം നിങ്ങളിലേക്ക് അവർ തിരികെ വരുന്നു. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആകുന്നതോടുകൂടി അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കാം ഈ ഒരു റീഡിങ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇത് എൻഡായി പോയി പൂർണ്ണമായി. നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയതിനു ശേഷം നിങ്ങൾ അതിൻ്റെ വേദനയിലും വിഷമവും ഡിപ്രഷനും ഒക്കെ താണ്ടി അതും കഴിഞ്ഞ് നിങ്ങളൊരു സെൽഫ് ലവും സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ഒരുവിധം മൂവ് ഓൺ ചെയ്ത് ഒന്ന് കരപറ്റി നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും
ഇനി റീസ്റ്റാർട്ട് ആകില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇവിടെ ഒരു മിറാക്കിൾ സംഭവിക്കും, റിലേഷൻഷിപ്പിന് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് എടുത്തു നോക്കാം. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, വി ഗോ ടുഗദർ ലൈക്ക് കോപ്പി ആൻഡ് പേസ്റ്റ്. ഓക്കെ, കോപ്പി ആൻഡ് പേസ്റ്റ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകുമെന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ നോ ഹൗ മച്ച് യു കെയർ അബൌട്ട് മൈ ഹാപ്പിനെസ്. ഓക്കെ, അവര് മനസ്സിലാക്കുന്നു എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നീ എന്തുമാത്രം കെയർ നൽകിയിരുന്നു എന്നുള്ളൊരു കാര്യം അവര് മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. You care about my opinion and we make all the important decisions together. ഓക്കെ, എപ്പോഴും അവരുടെ ഒരു ഒപ്പീനിയൻസിന് നിങ്ങൾ കെയർ കൊടുത്തിരുന്ന കാര്യം അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യവും അവർ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. യു ഹാവ് മേഡ് മീ എ പാർട്ട് ഓഫ് യുവർ ഫാമിലി. ഓക്കെ, അവരുടെ ഫാമിലിയുടെ നിങ്ങളുടെ ഫാമിലിയുടെ ഒരാളാണ് എന്ന രീതിയിലാണ് നിങ്ങൾ ആ പേഴ്സണെ കണ്ടിരുന്നത് എന്നും അവർക്കറിയാം എന്ന് പറയുന്നു. യു മേക്ക് മീ ഫീൽ ലൈക്ക് ഐ ക്യാൻ ഗെറ്റ് ത്രൂ എനിത്തിങ് ആസ് ലോങ് ആസ് ഐ ഹാവ് യു. ഓക്കെ, നിങ്ങൾ അവർക്ക് ഒരു ഫീലിങ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്ത് കാര്യവും അവർക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും എന്ന രീതിയിൽ അത്തരത്തിൽ എന്തും നിങ്ങൾക്ക് സാധിച്ച് എടുക്കാനായിട്ട് സാധിക്കും എന്ന രീതിയിലൊരു വളരെയധികം സപ്പോർട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. യു ഹാവ് ടോട്ട് മീ ദ ട്രൂ മീനിങ് ഓഫ് ലവ്. ഓക്കെ, ശരിക്കുമുള്ള ഒരു സ്നേഹത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങളാണ് അവരെ പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് അവർ പറയുന്നത്. യു ആർ ക്യൂട്ട് ഈവൻ വെൻ യു ഡു നോട്ട് ട്രൈ ടു ബി. ഓക്കെ, നിങ്ങൾ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ അതിനുവേണ്ടി ക്യൂട്ടാകേണ്ട ഒന്നും ഒരു കാര്യവുമില്ല, അതിനുവേണ്ടി ട്രൈ ചെയ്യേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ വളരെ ക്യൂട്ടാണ് എന്ന് ഈ ഒരു സമയത്ത് ഒരു പേഴ്സൺ പറയുകയാണ്. വി എൻജോയ് മേക്കിംഗ് പ്ലാൻസ് ഫോർ അവർ ഫ്യൂച്ചർ ടുഗെദർ. ഓക്കെ, നമ്മൾ നീ ഓർക്കുന്നുണ്ടോ, നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നത് പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ചിരുന്ന ആ ഒരു സമയങ്ങളൊക്കെ നീ ഓർക്കുന്നുണ്ടോ എന്നാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇട്ടിരിക്കുന്നത് 23 എന്ന് പറയുന്ന നമ്പറാണ്. സെക്കൻഡ്, സെൽഫ് എംപ്ലോയ്. ഓക്കെ, സെൽഫ് എംപ്ലോയ്, സ്വന്തം ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2 months എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ 6 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടീ ലവേഴ്സ്, ചായ ഇഷ്ടപ്പെടുന്ന ആളുകളാകാം. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 നമുക്ക് കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 weeks എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നു. നമ്പർ 8 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 41 കിട്ടുന്നുണ്ട്. മ്യൂസിക്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് തോന്നുന്നു. ഓഗസ്റ്റ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാരിറ്റി ചെയ്യാനൊക്കെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. ടോക്കറ്റീവ്, വളരെ സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം. 1994 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. നമ്പർ 38, 777 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. 1987 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് വളരെയധികം ക്രേസ് ഉള്ള വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. പോലീസ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 29 കിട്ടുന്നു. 1987 കിട്ടുന്നു. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ L നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡാൻസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഐസ്, മനോഹരമായ കണ്ണുകളുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെയോ നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടായിരിക്കാം.
ലെറ്റർ യു നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.